ശരിക്കും പറഞ്ഞാൽ എന്താണ് ബസൂക്ക, അല്ലെ ആരാണ് ബസൂക്ക? പേരിൻ്റെ പ്രഖ്യാപനം മുതൽ സിനിമയുടെ പ്രദർശനത്തിൻ്റെ തുടക്കം മുതൽ ഏതാണ് അവസാനം വരെ ആ ചോദ്യത്തിൽ കോർത്തിരിക്കുകയാണ് സംവിധായകൻ. ഒരു മൾട്ടി ലെവൽ ഗെയിം പോലെ മലയാളത്തിന് അധികം പരിചയമില്ലാത്ത ഗെയിം ത്രില്ലർ ആ കാറ്റഗറിയിൽ വികസിച്ച് ക്ലൈമാക്സിലെത്തുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കുന്നൊരു കാഴ്ചയുടെ അനുഭവമാണ് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന പടം നമുക്ക് നൽകുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അപൂർവ പെയിന്റിങ് ഒരു കന്യാസ്ത്രീ കടത്തുന്നതും കൊച്ചി സിറ്റി ACP ബെഞ്ചമിൻ ജോഷോ പിടികൂടുന്നതുമാണ് കഥയുടെ ഒരു തുടക്കം. ആർക്ക് വേണ്ടിയാണ്, ആരാണ് അത് കടത്തുന്നതെന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. തുടക്കത്തിലെ ബസൂക്ക ത്രില്ലിംഗ് കാഴ്ചയിലേക്ക് പ്രേക്ഷകനെ പിടിച്ചിടുന്നുണ്ട്. തുടർന്ന് സമാന്തരമായി കഥയ്ക്കൊപ്പം ഒരു AC വോൾവോ ബസ്സിൻ്റെ സഞ്ചാരവും ഉണ്ട്. ഇതിൽ ആ ബസ്സിലെ യാത്രക്കാരനാണ് ശരിക്കും ജോൺ സീസർ. ആദ്യം ഒരു CA കാരനാണെന്നാണ് സഹയാത്രികനായ സണ്ണിയെ ജോൺ സീസർ പരിചയപ്പെടുത്തുന്നത്. ഗെയിമറായ സണ്ണിയോടുള്ള സംസാരം മധ്യയാണ് ജോൺ സീസർ വെളിപ്പെടുന്നത്. എന്നാൽ ശരിക്കും ജോൺ സീസർ ആരാണ് എന്ന ചോദ്യവും ഇവരുടെ സംസാര മധ്യ ഉയർന്നു വരുന്നുണ്ട്. ബെഞ്ചമിൻ ജോഷയെ ഒരു അത്യപൂർവമായ കുറ്റാന്വേഷണത്തെ സഹായിക്കാൻ എത്തുന്നതാണ് താനെന്ന് ജോൺ വെളിപ്പെടുത്തുന്നത്. ജോഷയ്ക്കൊപ്പമുള്ള മാരിയോയ്ക്കെതിരെയുള്ള ജോണിൻ്റെ അന്വേഷണവും തുടർന്ന് കഥാഗതിയിൽ പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സംവിധായകൻ. ബസ്സിൻ്റെ സഞ്ചാരത്തിനൊപ്പം സിനിമ ഗിയർ മാറ്റുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗെയിം ത്രില്ലറിലാണ്. അങ്ങനത്തെ ഒരു കാഴ്ചാനുഭവമാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. തുടരെ നടക്കുന്ന മോഷണങ്ങൾക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്തേണ്ടത് ബെഞ്ചമിൻ്റെ കരിയറിലെ അയാൾ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ബെഞ്ചമിനെ സഹായിക്കാൻ ജോണിനാകുമോ എന്നതാണ് ഇതിലത്തെ ഒരു ചോദ്യം. ഇതിൽ നവാഗതനായ ഡിനോ ജെന്നിസാണ് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ യാതൊരു കൈവിറയലും ഈ സിനിമയിൽ ഇല്ല. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബസൂക്ക മാത്രമല്ല, നമ്മൾ ഏതൊരു സിനിമ കാണാൻ പോകുമ്പോഴും പ്രേക്ഷകർ ആദ്യം മനസ്സിൽ വെക്കേണ്ടത് പറഞ്ഞു കേട്ടും വായിച്ചെറിഞ്ഞും വിവിധ പ്രൊമോഷനുകൾ കണ്ടും കാഴ്ചക്കാരൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ചലച്ചിത്രം തന്നെ വെള്ളിത്തിരയിൽ കാണണമെന്ന് വാശി പിടിക്കരുതെന്നാണ്. നല്ല പല സിനിമകൾക്ക് സംഭവിച്ച ദുരന്തം അതാണ്. പ്രേക്ഷകർ മനസ്സിലൊരു സിനിമയും വെച്ച് തിയേറ്ററിൽ കയറും. സംവിധായകനോ അണിയറ പ്രവർത്തകരോ ഒരുക്കി വെച്ചിട്ടുണ്ടാകുക മറ്റൊരു ചലച്ചിത്രമായിരിക്കും. അങ്ങനെ നമുക്ക് ചില സിനിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പതിവ് മസാല എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ബസൂക്കയെ ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനാവുക. പക്ഷെ അതിൻ്റെ നിർമ്മാണ രീതികളോ സംഭവങ്ങൾ സഞ്ചരിക്കുന്ന വഴികളോ പതിവിൽ നിന്നും വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ ഒരു മേക്കിൻ്റെ ഭംഗി. ഗെയിമിംഗ് സെൻറ്ററുകളും ഗെയിമിംഗ് കഥാപാത്രങ്ങളും ഒക്കെ മലയാള സിനിമയിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഗെയിമിങ്ങിനെ അടിസ്ഥാനമാക്കിയ ഒരു സിനിമ എന്ന ഗണത്തിൽ ആദ്യത്തേതാണെന്ന് ഇത് നമുക്ക് പറയാം. നമ്മുടെ ഓർമ്മകളിൽ അങ്ങനെ വേറൊരു സിനിമ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകർക്ക് ഇതിലെ ചില വഴികളൊക്കെ സങ്കീർണമായി തോന്നിയേക്കാം. ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട ന്യൂജൻ തലമുറയ്ക്ക് വളരെ പെട്ടെന്ന് ഈ സിനിമ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അതായത് സംവിധായകൻ ഡിനോ ജെന്നിസ് കഥ പറഞ്ഞപ്പോൾ തനിക്കിത് വളരെ കണക്റ്റീവായി തോന്നിയെന്നും അതുകൊണ്ട് അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നാണ് മമ്മൂട്ടി മുന്ന് പറഞ്ഞിട്ടുള്ളത്. ഏത് ജനറേഷനോട് ചേർന്ന് നിൽക്കുന്ന മമ്മൂട്ടിയിലെ നടനും സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തിയുമാണ് അത്തരം തീരുമാനം സ്വീകരിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിച്ചുണ്ടാവുക. പക്ഷേ എല്ലാവർക്കും അത്തരത്തിൽ ഒരു കണക്റ്റ് ആവണമെന്നില്ല. എങ്കിലും ഏറ്റവും പുതിയ മൊബൈൽ ഫോണും വ്യത്യസ്ത ആപ്പുകളുമൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ഉന്നത തലമുറ അവർക്കും ഈ സിനിമ സാവധാനത്തിൽ ദഹിച്ചു വരും. ഈ ബസൂക്ക എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? അപ്പോൾ ചിലരൊക്കെ പറയേണ്ടത് ഇത് ബസ്സിൽ ഉള്ള യാത്രയിൽ മമ്മൂക്ക ചെയ്ത സിനിമ, അതാണ് ബസൂക്ക എന്ന് പറയുന്നത്. ബസ്സിലുള്ള യാത്രയിൽ മമ്മൂക്ക ചെയ്തത് അങ്ങനെയല്ല ഇത്. അതായത് സൈനിക വാഹനങ്ങളിലെ മിസൈലുകൾക്ക് നേരെ തോളിൽ വെച്ച് വെടിയുതിർക്കാൻ ഉപയോഗിക്കുന്ന നീളമുള്ള ട്യൂബ് ആകൃതിയിലുള്ള തോക്ക്, അതാണ് ബസൂക്ക. അങ്ങനെയാണ് ചില ഡിക്ഷണറിലെല്ലാം നമുക്ക് കിട്ടുന്ന അർത്ഥം. ഏത് ശക്തിയുള്ള എതിരാളിയെയും തകർക്കാനാകുമെന്ന് കേവല അർത്ഥത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. അത്തരത്തിൽ സകല അധികാര കേന്ദ്രങ്ങളെയും കളിച്ചു തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സിനിമയുടെ ഒരു കഥാതന്തു എന്ന് പറയാം. ഭൂരിഭാഗം നേരങ്ങളിലും ഗെയിമുകളിലൂടെയും അതിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളിലൂടെയുമൊക്കെയാണ് സിനിമ സഞ്ചരിച്ചു പോകുന്നത്. അതോടൊപ്പം പല രാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമെല്ലാം സിനിമ പറഞ്ഞു പോകുന്നുണ്ട്.
ആദ്യ പകുതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു ആദ്യ പകുതിയാണ് നമുക്ക് മുന്നിൽ തരുന്നത്. ഇതെന്താണ് സിനിമ ഇങ്ങനെ, ഇതിലെന്താണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പിച്ച് കടന്നു പോകും സിനിമയുടെ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് മമ്മൂട്ടി എന്ന നടൻ പലതവണ അത്ഭുതപ്പെടുത്തുന്നത് പോലെ ബസൂക്കയിലും അത്ഭുതപ്പെടുത്തുന്നുണ്ട് നമ്മളെ. ഈ 74ാമത്തെ വയസ്സിലും പല അംഗങ്ങൾക്കും ഇനിയും ബാല്യമുണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി നമ്മളെ തെളിയിക്കുന്നു. ഇതിൽ മറ്റൊരു സംഭാഷണമാണ്, അതായത് തൻ്റെ പ്രായത്തിലുള്ളവർ വാക്കിംഗ് സ്റ്റിക്കും പിടിച്ച് നടക്കുമ്പോൾ താൻ ജോയ് സ്റ്റിക്കാണ് പിടിക്കുന്നതെന്ന ആ സംഭാഷണം അത് തന്നെ നമുക്ക് മതി. മറ്റൊരു കാര്യം, മമ്മൂട്ടി എന്ന ആ നടൻ്റെ രൂപഭാവങ്ങൾ മുഴുവൻ മുതലെടുക്കാനായിട്ട് ഈ ബസൂക്ക എന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ പുതുമുഖ സംവിധായകനായ ഡിനോ ജെന്നിസ്, അതായത് മുന്ന് ഒരു കല്ലൂർ ഡെന്നിസ് എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിൻ്റെ മകനാണ് ഇദ്ദേഹമാണ് അതായത് ഡിനോ ജെന്നിസാണ് ബസൂക്കയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. തിരക്കഥ വെട്ടിത്തെളിച്ച വഴിയിലൂടെ തന്നെയാണ് സിനിമ സഞ്ചരിക്കുന്നത് എന്ന് തോന്നുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചെറിയ ട്വിസ്റ്റുകൾ ഒരുക്കി വെച്ച് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണാൻ പോകുന്നവർ ഒരു മമ്മൂട്ടിയുടെ ആരാധകനല്ലെങ്കിൽ കൂടിയും, അതായത് അഭിനയത്തോട് അടങ്ങാത്തൊരു ആർത്തി ഉണ്ടല്ലോ ഒരു ചില താരങ്ങൾക്ക്, ആ ആർത്തി സൂക്ഷിക്കുന്ന കഥാപാത്രത്തെ ആത്മാവിലേക്ക് ആവാഹിച്ച് ആ സ്ക്രീനിൽ, വെള്ള സ്ക്രീനിൽ അഴിഞ്ഞാടുന്ന ഒരു മമ്മൂട്ടിയെ കണ്ട് വിസ്മയത്തോടെ പോരാൻ താല്പര്യമുള്ളവർക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്.